ഹാപ്പി PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരണക്ഷമത 7, 8, 9, 10, 11, 12 തുടങ്ങിയ സംഖ്യകളുടെ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ ഹരണക്ഷമതയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 6 വരെയുള്ള സംഖ്യകളുടെ ഹരണക്ഷമത പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആദ്യത്തെ സംഖ്യ 7 ആണ്. 7 എന്ന സംഖ്യയുടെ ഹരണക്ഷമതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടീച്ചർ ഇവിടെ ഒരു സംഖ്യ എഴുതുന്നു, ശ്രദ്ധിക്കുക മക്കൾ. 4, 5, 9, 0, 6. ഇതിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, അതായിട്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കുമോ എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് എന്താണ് ടീച്ചർ ചെയ്യുന്നത് നോക്കുക. ഏത് സംഖ്യയായാലും നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഈ അറ്റത്തെ സംഖ്യ ഏതാ? 6 അല്ലേ? ഏത് സംഖ്യ ആയിക്കോട്ടെ, ഇവിടെ ഒരു വര വരയ്ക്കാം. 6ൻ്റെ ഇരട്ടി എത്രയാണ് മക്കളെ? 6ൻ്റെ ഇരട്ടി 12. ഈ 12 എന്ത് ചെയ്യുക? ഇവിടെ എഴുതിയിട്ട് ഇതിന്ന് കുറയ്ക്കാം. 2 10 ആവാൻ ഇവിടുന്ന് കടെടുത്തു. 2 10 ആവാൻ 8, 1 8 ആവാൻ 7, 5, 4. ഇനി എന്ത് ചെയ്യാം? ഈ അറ്റത്തെ സംഖ്യ 8 അല്ലേ? ഒരു വര വരയ്ക്കുക. 8ൻ്റെ ഇരട്ടി എത്രയാണ്? 16. 6 7 ആവാൻ 1, 4 ആവാൻ 2, 42 വന്നു അല്ലേ? ഇനി നമുക്ക് നോക്കാം, ഈ 42 എന്നത് 7ൻ്റെ ഗുണിതമാണോ അല്ലേ? 7ൻ്റെ ഗുണിതമാണ്. എന്താ? 6 × 7 ആണ് 42. അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അവസാനം വരുന്ന 2 അക്കല്ലേ, അത് 7ൻ്റെ ഗുണിതമാണെങ്കിൽ 0 അല്ലെങ്കിൽ 7ൻ്റെ ഗുണിതമോ ആണെങ്കിൽ എന്താണ്? 7 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. ടീച്ചർ ഒന്നുകൂടി പറയാണ്, ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അവസാനം വരുന്ന 2 അക്കം 0 7ൻ്റെ ഗുണിതമോ ആണെങ്കിൽ അതിനെ 7 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. ഒരു കണക്ക് കൂടി നമുക്ക് നോക്കാം. അടുത്തതുകൂടി നോക്കാം. അടുത്തത് കേട്ടോ, 7ൻ്റെ തന്നെ ടീച്ചർ ഒന്നുകൂടി പറയാണ്. 8 8 0 6. ടീച്ചർ കൂടെ ചെയ്യാം. 6ൻ്റെ അവിടെ ഒരു വര വരച്ചു. 6ൻ്റെ ഇരട്ടി എത്രയാണ്? 12. 2 10 ആവാൻ 8. ഇവിടെ എത്ര? 7 ആയില്ലേ? 1 7 ആവാൻ 6, 8. 8ൻ്റെ അവിടെ വരച്ചു. 8ൻ്റെ ഇരട്ടി എത്രയാണ്? 16. 6 6 0. 1 8 ആവാൻ 7. 70 എന്നത് 7ൻ്റെ ഗുണിതമാണോ? ആണ്. അപ്പോൾ 70 ഈ സംഖ്യ, അതായത് 8 8 0 6 8806 നമുക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാം. മനസ്സിലായില്ലേ മക്കളെ? ഒരെണ്ണം കൂടി ടീച്ചർ പറഞ്ഞു തരട്ടെ. 4815. ടീച്ചർ കൂടെ ചെയ്യാം. 5ൻ്റെ ഇരട്ടി എത്രയാ? 10. 1 ഇറക്കിയിട്ടു. 1 8 ആവാൻ 7, 4. 1ൻ്റെ അവിടെ വരച്ചു. 1ൻ്റെ ഇരട്ടി 2, 2 7 ആവാൻ 5, 4. 4 45 7ൻ്റെ ഗുണിതാണോ? ഗുണിതമല്ല. ഇങ്ങനെ ഏത് സംഖ്യയെയും നമുക്ക് ഈ രീതിയിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം? 7ൻ്റെ ഗുണനമാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരു ഹോംവർക്ക് തരാണ് ടീച്ചർ, എഴുതിയെടുക്കുക മക്കൾ. 7ൻ്റെ ഒരു ഹോംവർക്ക്. 1,75,140 എന്ന സംഖ്യ എന്താണ്? 7ൻ്റെ ഗുണിതമാണോ അല്ലേ എന്ന് നോക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 0ൻ്റെ അവിടെ ഒരു വര വരയ്ക്കണം. 0ൻ്റെ ഇരട്ടി 0 തന്നെയല്ലേ? അപ്പോൾ ആ 0 എടുത്തിടുക. ഇനി എന്ത് ചെയ്യുക? 4 1 5 7 1 സംഖ്യ ശരിയായില്ലേ? ഇനി മക്കൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇത് പറ്റുമോ ഇല്ലേ നോക്കണം. ഉത്തരം ടീച്ചറോട് എഴുതിയിടാൻ പറ്റുമെന്നാണ്. മക്കൾ ചെയ്ത് അവസാനിച്ചിട്ട് വേണം ഇത് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യാം? 8ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാം അല്ലേ മക്കൾ? റെഡി അല്ലേ? 8ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാം. വളരെ എളുപ്പമാണ്. അതായത് 8ൻ്റെ ഡിവിസിബിലിറ്റി നോക്കണമെങ്കിൽ അവസാനത്തെ
മൂന്നക്കം ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിക്കണം. 8ൻ്റെ ഹരണക്ഷമത നോക്കാനുള്ള മാർഗം എന്താ? അവസാനത്തെ മൂന്നക്കം എങ്ങനെയായിരിക്കണം? 8 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ, അവസാനത്തെ മൂന്നക്കം 8 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അല്ലെങ്കിൽ എന്താകണം? അവസാനത്തെ മൂന്നക്കം 0 ആകണം. ഇതാണ് നിയമം. അവസാനത്തെ മൂന്നക്കം നോക്കണം, അത് 8 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അല്ലെങ്കിൽ മൂന്നക്കം എന്താണ്? 0 ആകണം. നമുക്ക് ആദ്യത്തെ എക്സാമ്പിളിലേക്ക് പോകാം. 8ൻ്റെ കേട്ടോ. അപ്പോൾ ചോദ്യം പറയുന്നത് ടീച്ചർ 5 4 3 8 1 2 1. അവസാനത്തെ മൂന്നക്കം എന്ന് പറഞ്ഞാൽ 121 അല്ലേ? ഈ 121 നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്ത് ചെയ്യാൻ പറ്റില്ല, 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. കാരണം 1 ആണ്. 8ൻ്റെ ഗുണപട്ടിക ചെല്ലുമ്പോൾ എവിടെയും നമുക്ക് എവിടെ വരുന്നില്ല? സൂക്ഷിച്ച് നോക്കിയേ. എവിടെയെങ്കിലും നമ്മൾ ഗുണപട്ടിക ചെല്ലുമ്പോൾ 1 വരുന്നില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഇത് പറ്റില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അവസാനത്തെ മൂന്നക്കം മക്കൾ നോക്കിയാൽ മതി. അടുത്ത എക്സാമ്പിൾ നോക്കാം. 8ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാൻ. 38 52 82 ഈ 282 നമുക്കിത് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താ? അറ്റത്തക്ക 2 കിടക്കണത്. അപ്പോൾ അത് 8ൻ്റെ ഗുണപട്ടികയിൽ നമ്മൾ ചെല്ലുമ്പോൾ 4 32 വരുന്നുണ്ട്. പക്ഷെ പറ്റൂല്ലേ? നമുക്ക് ഉറപ്പില്ല. കാരണം എന്താ? മൂന്നക്കം 8 കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ നോക്കണം. ടീച്ചർ ചെയ്ത് നോക്കട്ടെ, മക്കൾ കൂടെ ചെയ്യില്ലേ? 282നെ 8 കൊണ്ട് ഹരിക്കുക കേട്ടോ ടീച്ചർ. നോക്കിയേ, 282നെ ഹരിക്കുമ്പോൾ 3 8 24, 4 ബാക്കി 42, I 8 40, ശിഷ്ടം 2 വരുന്നുണ്ടില്ലേ? ഹരിക്കാൻ പറ്റുമോ? ഈ സംഖ്യ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ശിഷ്ടം 2 ആണ്. നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 8 കൊണ്ട് ഈ 3 8 5 2 8 2 3,85,282 എന്ന സംഖ്യയെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കില്ല. അടുത്തൊരു എക്സാമ്പിളും കൂടി നോക്കാം 8ൻ്റെ. ഇപ്പം നോക്കി മക്കൾ, 5 6 1 8 6 0 6 4 അവസാനത്തെ മൂന്നക്കം അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എന്ത് സാധിക്കും? ഒറ്റയടിക്ക് പറയാൻ സാധിക്കും പറ്റുമെന്ന്. കാരണം എന്താ? 64 0 നോക്കണ്ട, 64 വന്ന് കിടക്കുന്നുണ്ട്. 64 8 64 അല്ലേ? അപ്പോൾ 8 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. അവസാനത്തെ മൂന്നക്കം മാത്രം മക്കൾ നോക്കുക. അടുത്തൊരു എക്സാമ്പിൾ എഴുതട്ടെ. 8 1 8 1 3 0 0 0 0. അവസാനത്തെ മൂന്നക്കം 0-ൽ അവസാനിച്ചാൽ എന്താണ്? 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുക. എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ 8 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ടീച്ചർ ഒരു ഹോംവർക്ക് തരട്ടെ, മക്കൾ എഴുതിയിരിക്കണം. 8ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാനുള്ള ഹോംവർക്ക് 6 4 1 2 3 2 4. എന്ത് ചെയ്യണം? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒന്ന് നോക്കിയാൽ മതി. വീട്ടിൽ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ടീച്ചർ ഉത്തരം പറയുന്നു പറ്റില്ല എന്ന്, മക്കളതൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്തത് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് എന്താ? 9ൻ്റെ ഡിവിസിബിലിറ്റിയാണ്. അപ്പോൾ 9ൻ്റെ ഡിവിസിബിലിറ്റി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ടീച്ചർ ഇന്നലത്തെ ക്ലാസ്സിൽ 3ൻ്റെ ഡിവിസിബിലിറ്റി പഠിപ്പിച്ചു. എങ്ങനെയാണ് 3ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാം? ഇപ്പോൾ 8134 എങ്ങനെ 3ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാം? 8 + 1 + 3 + 4 എന്ന് പറഞ്ഞല്ലോ ടീച്ചർ. 8 1 9 9 3 12 12 4 16. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെയാണ് 3ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 9ൻ്റെ ഡിവിസിബിലിറ്റി നോക്കുക? ഇതേ മാർഗം തന്നെ പ്രയോഗിക്കാം. ടീച്ചർ ഏതാണ്? അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 9ൻ്റെ ഗുണിതമായിരിക്കണം. അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 9ൻ്റെ ഗുണിതമായിരിക്കണം. ഒരു ചോദ്യം എഴുതാം. 4 5 3 1 5 4 1 4. നോക്കാം. 4 5 9 9 3 12 12 1 13 13 5 18 18 4 22 22 1 23 23 4 27. ടീച്ചർ പറയും, നമുക്ക് നോക്കാം. ടീച്ചർ എഴുതിയില്ല അല്ലേ? മക്കൾ ടീച്ചർ ഇവിടെ നിന്ന് എഴുതി വയ്ക്കേ. 4 + 5 + 3 + 1 + 5 + 4 + 1 + 4. ആദ്യത്തെ കണക്കൊക്കെ മക്കൾ ഇങ്ങനെ കൂട്ടി ചെയ്തോ, പിന്നെയൊക്കെ മനസ്സിൽ കൂട്ടി നമുക്ക് പറ്റും. ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ നിയമങ്ങൾ നമ്മൾ മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടം മതി നമുക്ക് ഉത്തരം കിട്ടാനായിട്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക. നിയമം ഒന്ന് മനസ്സിൽ നിർത്താൻ മതി. 3 ആകുമ്പോൾ ഇങ്ങനെയാണ്, 9 ആകുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ടീച്ചർ ഇത് കൂട്ടിയപ്പോൾ എത്ര? 27 പറഞ്ഞു. 27 എന്ന് പറഞ്ഞത് 9ൻ്റെ ഗുണിതം 9 × 3 അല്ലേ? 3 × 9 27 അല്ലേ? അപ്പോൾ ഒറ്റ നോട്ടം മതി നമുക്ക് ഇതിന് ഉത്തരം കിട്ടി. ഈ തന്നിരിക്കുന്ന ഈ വലിയ സംഖ്യയെ എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. എന്തൊരു എളുപ്പം അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 9ൻ്റെ ഡിവിസിബിലിറ്റി 1 2
കൊണ്ട് ഹരിക്കാമെന്ന് ചോദ്യം വന്ന് എന്ത് ചെയ്യണം മക്കളെ? 1 + 2 + 1 + 4 + 0 + 0 + 0 + 1 + 0. ഇത് ആദ്യത്തെ പ്രാവശ്യം ടീച്ചർ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. മക്കളത് ചെയ്യണമെന്നില്ല. കാര്യം പിടികിട്ടിയ പിന്നെ ഒറ്റ നമ്മൾ കൂട്ടാം. 1 2 3 3 1 4 4 4 8 8 1 9. 9ൻ്റെ ഗുണിതല്ലേ? 9 9 അല്ലേ? അപ്പോൾ ഈ സംഖ്യ എന്ത് ചെയ്യാൻ പറ്റും? 9 നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. ഒരു കണക്കൂടി ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ ഹോംവർക്ക് തരാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒറ്റ നോട്ടം മതി നമുക്ക് ഈ കാര്യത്തിന് മനസ്സിലാക്കാനായിട്ട്. വളരെ ബുദ്ധിമുട്ടുന്ന കാര്യമൊന്നുമില്ല. 3 6 5 4 8 2 5 നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എന്താ ചെയ്യാം? 3 6 9 9 5 14 14 4 18 18 8 26 26 2 28 28 5 33 സംഖ്യ 9ൻ്റെ ഗുണിതമാണോ? അല്ല. ഒറ്റ നോട്ടം മതി നമുക്ക് മനസ്സിലായി 9ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് എന്താ 9 കൊണ്ട് നിശ്ചയം ഹരിക്കാനായിട്ട് സാധിക്കില്ല. മക്കളെ വെരി ഈസി അല്ലേ? അപ്പോൾ 2 ഹോംവർക്ക് തരാം കേട്ടോ. മക്കൾ ചെയ്യണം, ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ചെയ്യാൻ മക്കളത് ചെയ്ത് പഠിച്ച് നോക്കണം. കാരണം അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 8 1 8 1 3 5 2 1 7 ഗുണിതമാണോ അല്ലേ നോക്കണം. അടുത്ത് 40 56 0 0 8. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിയമം എഴുതി വെക്കണമെന്നുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ അത് നിയമം കൂടി എഴുതി വെച്ചിട്ട് മക്കൾ ചെയ്യാനായിട്ട്. വെറുതെ ഒരു കണക്ക് ക്ലാസ് കണ്ട് വെറുതെ പോകരുത്. ടീച്ചറുടെ ക്ലാസ് കാണുമ്പോൾ മക്കളത് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ റെഡി അല്ലേ? 9 വരെ പഠിച്ചില്ല. അപ്പോൾ നമ്മൾ 7 പഠിച്ചു, 8 പഠിച്ചു, 9 പഠിച്ചു, അവസാനത്ത് 10. 10ാം ക്ലാസ് നമുക്ക് ചെറിയ ക്ലാസ്സിലിട്ട് നമുക്കറിയാം. അവസാനത്തെ അക്കം 0 വന്നാൽ എന്ത് ചെയ്യാം? നമുക്ക് ഏത് സംഖ്യയെയും എന്ത് ചെയ്യാം? 10 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇപ്പോൾ നോക്കിയേ 56 21 0 0 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. ഏത് സംഖ്യ അവസാനത്തെ അക്കം 0 നിയമം മാത്രം നോക്കിയാൽ മതി. വേറെ എന്ത് വന്നാലും അവസാനത്തെ അക്കം വേറെ ഏത് സംഖ്യ വന്നാലും നമുക്ക് പറ്റില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കണം. 0 വന്നാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാം 10 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. കാരണമുണ്ട്. അതായത് ഇപ്പോൾ ഒരു സംഖ്യ ടീച്ചർ നിയമം പറഞ്ഞേക്കുമ്പോൾ ഒരു സംഖ്യ എഴുതാണ് ടീച്ചർ ശ്രദ്ധിക്കാം. 9 5 4 3 5 8 3 5. ഈ തന്നിരിക്കുന്ന സംഖ്യ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കണം. വളരെ വലിയ സംഖ്യയാണ്. നമുക്ക് പരീക്ഷാ ഹാളിൽ നമുക്ക് ആകെ 60 എന്താ പറയുക 1.25 മണിക്കൂറുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാനുള്ള സമയമില്ല. അപ്പോൾ എന്തു ചെയ്യാം? അതായത് ഒന്നിടവിട്ട സംഖ്യകൾ കൂട്ടുമ്പോൾ, ഒന്നിടവിട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ ടീച്ചർ പറയാം എങ്ങനെയാണ് കൂട്ടാമെന്ന് ടീച്ചർ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക മക്കൾ. 9 4 13 13 5 18 18 3 21. പിന്നെ അങ്ങോട്ട് വരയ്ക്കാൻ ഇല്ല. അപ്പോൾ മക്കളവിടെ നിർത്തണം. അപ്പോൾ ആദ്യത്തെ സംഖ്യ മുകളിൽ തുടങ്ങുക. 9 4 13 13 5 18 18 3 21. അതിൽ നിന്ന് എന്ത് ചെയ്യാം? കുറയ്ക്കണം. എങ്ങനെ? ഏത് സംഖ്യ കുറയ്ക്കേണ്ടത് മക്കൾ ശ്രദ്ധിക്കുക. ടീച്ചർ വരയ്ക്കുന്നത് 5 3 8 8 8 16 16 5 21. അതായത് മുകളിൽ നമ്മൾ റാ വരയ്ക്കില്ലേ, ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് അടിയിൽ നമ്മൾ റാ വരയ്ക്കുന്ന ഒരു മാല വരയ്ക്കില്ലേ, ആ കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം മൈനസ് ചെയ്യുമ്പോൾ, അതായത് വ്യത്യാസം കാണുമ്പോൾ കിട്ടുന്ന ഉത്തരം 0-മോ 11ൻ്റെ ഗുണിതമോ ആണെങ്കിൽ, 0-മോ 11ൻ്റെ ഗുണിതമോ ആണെങ്കിൽ എത്ര വലിയ സംഖ്യ ആയാലും നമുക്ക് 11 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. ടീച്ചർ വരച്ചത് നോക്കുക. വരയ്ക്കുന്നത് മാത്രം ഒരു മാല വരയ്ക്കുന്ന റാ വരയ്ക്കുന്ന നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക മക്കള്. 11ൻ്റെ ആയിട്ട് ടീച്ചർ പറയാൻ പോണ 8 2 8 1 4 0 3 2. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ മക്കൾ ചെയ്യാം. എങ്ങനെ നമ്മൾ മാല വരയ്ക്കാൻ പോണ്? 8 8 16 16 4 20 20 3 23. ഇതിൽ നിന്ന് നമ്മളൊരു സംഖ്യ കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കുക? 2 3 3 3 0 കൂടി കൂട്ടുമ്പോൾ 3 തന്നെ. 3 2 കൂടി കൂട്ടുമ്പോൾ എത്രയായി? 5ആയി. 23 5 പോയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാ? 18. നമ്മൾ പറഞ്ഞ നിയമം ഇതാണ്. കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 0-മോ 11ൻ്റെ ഗുണിതമോ ആകണം. 18 എന്നത് 11ൻ്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 11 കൊണ്ട് ഗുണിക്കാനായിട്ട് സാധിക്കില്ല. ഒന്നിടവിട്ട സംഖ്യകൾ നമ്മൾ റാ വരയ്ക്കാൻ പഠിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ്. ഒരെണ്ണം ടീച്ചർ കാണിച്ചു തരാം.
കാരണം ചിലവർക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ടീച്ചർക്ക് തോന്നുന്നു. 7 5 1 1 4 0 5. ടീച്ചർ വരയ്ക്കാൻ പോവാണേ. 7 3 8, 8 4 12, 12 5 17 മൈനസ് 5 3 6, 6 പ്ലസ് 0 6, 17 6 പോയാൽ 11. നിശേഷം കരിക്കാൻ പറ്റില്ലേ? 11 11 കരിക്കാൻ പറ്റില്ല, ഒന്നുകൊണ്ട് കരിച്ച പോരെ. അപ്പോൾ എന്തായി? ഈ സംഖ്യയെ 11 നിശേഷം കരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. ചെറിയ ഹോംവർക്ക് തരാണ് ടീച്ചർ, മക്കൾ എഴുതിയെടുക്കാം. 7 2 0 1 1 5. അപ്പോൾ അടുത്തത് ഇത് 1 1 1 1 1 1. ഇത് കാണുമ്പോൾ എല്ലാം ഒന്നാണല്ലോ, ഗുണിതാണെന്ന് തോന്നും. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കിയിട്ട് വേണം അത് 11 ഗുണിതാണോ അല്ലേന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, 11 റെഡി ആയില്ലേ? ഓക്കെ, അടുത്തത് നമുക്ക് ഡിവിസിബിലിറ്റി 12 നോക്കാം. 12 സംഖ്യീകരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ മക്കളൊരു കാര്യം ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന സംഖ്യ 4ൻ്റെയും 3ൻ്റെയും ഗുണിതമാകണം. തന്നിരിക്കുന്ന എത്ര വലിയ സംഖ്യയായാലും 4ൻ്റെയും 3ൻ്റെയും ഗുണിതമാകണം. അപ്പോൾ പ്രശ്നമായി. 4ൻ്റെയും ഗുണിതമാണോ നോക്കണം, 3ൻ്റെയും ഗുണിതമാകണമെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ചോദ്യം എടുക്കാം 12ൻ്റെ കേട്ടോ മക്കളെ, ശ്രദ്ധിക്കാം. 8 0 9 1 8 4. ഇനി നമ്മൾ ടീച്ചർ പറഞ്ഞു, ഇവിടെ സൈഡിൽ എഴുതിയിട്ടാണ് 4ൻ്റെയും നോക്കണം 3ൻ്റെയും നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 4 നോക്കാം. 4ൻ്റെ നോക്കണമെങ്കിൽ എന്താ മാർഗം പറഞ്ഞുണ്ട് അല്ലേ? അവസാനത്തെ 2 അക്കം നോക്കണം അല്ലേ? അവസാനത്തെ 2 അക്കം നോക്കാം. 84 നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. 84 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 8 4 4 പറ്റുണ്ടല്ലോ. അപ്പോൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നിയമം ഓക്കെ. ഇനി ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കണം. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കാം. എങ്ങനെയാണ്? 8 + 0 8, 8 + 9 17, 17 1 18, 18 8 26, 26 4 30. 30 3ൻ്റെ ഗുണിതല്ലേ? 13 30 അല്ലേ? അപ്പോൾ ഈ 2 നിയമവും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? നിശേഷം 12 കൊണ്ട് ഹരിക്കാം. കാര്യം മക്കൾക്ക് പിടികിട്ടിയില്ലേ? തന്നിരിക്കുന്ന സംഖ്യയിൽ അവസാനത്തെ 2 അക്കം 4ൻ്റെ ഗുണിതമാണോ നോക്കണം. 2 0 ആണെങ്കിൽ കുഴപ്പമില്ല, അവസാനത്തെ 2 അക്കം. അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയിൽ അവസാനത്തെ 2 അക്കം 4 കൊണ്ട് ഗുണിക്കാൻ പറ്റണമെന്ന് ആദ്യം പരിശോധിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ടിക്കിട്ട് വയ്ക്കാം. അടുത്ത് എന്ത് ചെയ്യുക? 3ൻ്റെ ഗുണിതമാണോ നോക്കുക. 3ൻ്റെ ഗുണിതമാണെങ്കിൽ അത് ടിക്കിട്ട് വയ്ക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇൻറ്റു വന്നാൽ ഏതെങ്കിലും ഒരെണ്ണം പറ്റില്ല, നിയമം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ 12 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കില്ല. ഒരു ചോദ്യം കൂടി നോക്കാം. ഏതാ? 20 അല്ലേ? 20 എന്താ 20 4ൻ്റെ ഗുണിതാണോ? 20 4. അപ്പോൾ ഇവിടെ സൈഡിൽ എഴുതി വെക്കുക. 4 3 നമ്മൾ ചെറിയ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായി നിയമമാണോ നോക്കുക. 20 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. 4 4. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആയി. ഇനി എന്തത് കൂട്ടി നോക്കുമ്പോൾ 3ൻ്റെ ഗുണിതമാണ്. കൂട്ടി നോക്കാം. 1 + 8 9 9 5 14 14 6 20 20 2 22. 22നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 3 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കില്ല. 3ൻ്റെ ഗുണിതമല്ല 22. അപ്പോൾ ഒരു നിയമം സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന സംഖ്യയെ 12 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ മക്കളെ. കാര്യം പിടികെട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരെണ്ണം കൂടി വേണോ? ഒരെണ്ണം കൂടി വേണമെങ്കിൽ ടീച്ചർ നോക്കാൻ തരാം. ഒരെണ്ണം കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നമുക്കൊരു കൺഫ്യൂഷൻ വരണ്ട. 3 4 1 8 1 8 16. ടീച്ചർ നിയമോടെ എഴുതിയിട്ടുണ്ട് 4 3. അവസാനത്തെ 2 അക്കം നോക്കി 16. 4ൻ്റെ ഗുണിതാണ് 4 4 16. അപ്പോൾ നിയമം ഓക്കെ ആയി. 3ൻ്റെ ആണെന്ന് എങ്ങനെ നോക്കുക? 3 4 7 7 3 8 8 8 16 16 1 17 17 8 25 25 1 26 26 6 32. 32നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 32നെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. അതൊക്കെ കൂട്ടിയപ്പോഴാണ് ടീച്ചർക്ക് 32 കിട്ടിയത്. മക്കൾ മറക്കരുത്, പറ്റില്ല. അപ്പോൾ ഇതിൽ ഒരു നിയമം സാറ്റിസ്ഫൈഡ് ആണ്, ഒരു നിയമം സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന സംഖ്യയെ 12 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കില്ല. ഹോംവർക്ക് തരട്ടെ ടീച്ചർ? 3 4 1 5 0 0 8 4. പറ്റുമില്ലേ നോക്കണം. 28 41 16 7. തന്ന സംഖ്യയും പറ്റുമെന്ന് മക്കൾ നോക്കണം. ഓക്കെ, 2 സംഖ്യയും ചെയ്ത് നോക്കാം. 12 ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ എല്ലാ 1 മുതൽ 12 വരെയുള്ള സംഖ്യകൾ
SCRT വീഡിയോസ് എടുക്കുന്നുണ്ടായിരിക്കും. അതിൽ നമ്മൾ ഇതുപോലെ കണക്കിൻ്റെ വീഡിയോസും ടീച്ചർ ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഹാപ്പി പി സി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ടീച്ചർ പ്രതീക്ഷിക്കുന്നു. ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്കതിൽ കയറി ടീച്ചർ കുറേ ക്വസ്റ്റ്യൻസ് SCRT ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവും. സയൻസും സോഷ്യലും അതൊക്കെ നിങ്ങൾക്ക് സഹായമാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.